രീതിയിൽ പഠിച്ചിട്ടും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയെന്ന് ഉറപ്പുണ്ടായിട്ടും മാർക്ക് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ പോയിട്ടില്ലേ? അതിന്റെ ഒരു മെയിൻ റീസൺ എന്നത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന രീതി തന്നെയാണ്. അപ്പോൾ എങ്ങനെ എക്സാം എഴുതിയാലാണ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പം ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, നിങ്ങൾ വീക്ക് ആയിട്ടുള്ള പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ആൻസർ എഴുതി തുടങ്ങുമ്പം നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതിൻ്റെ ആൻസർ ആദ്യം എഴുതി തുടങ്ങുക, ശേഷം മാത്രം ടഫ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുക. രണ്ടാമത്തെ കാര്യം എന്നത് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതി തുടങ്ങുമ്പം തന്നെ ഹെഡിങ്സ് എഴുതേണ്ടതായിട്ടുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്യുക, ശേഷം ഉത്തരം എഴുതാൻ തുടങ്ങുക. തേർഡ് വൺ എന്നത് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുമ്പം ശ്രദ്ധിച്ച് എഴുതുക എന്നതാണ്. തെറ്റിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ എഴുതണം. മിക്കവാറും പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻ നമ്പർ മാറിയിടുന്നത്. സോ അത് ആവർത്തിക്കാതിരിക്കുക. ഫോർത്ത് വൺ എന്നത് നല്ല ഹാൻഡ് റൈറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. എക്സാമിനറെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ ഓരോ ആൻസർ എഴുതുമ്പോഴും തെറ്റുകൂടാതെ എഴുതാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ഫിഫ്ത്ത് വൺ എന്നത് ഡയഗ്രംസ് വരച്ച് എഴുതിയിരിക്കേണ്ട ആൻസേഴ്സ് അങ്ങനെ തന്നെ എഴുതുക. ഡയഗ്രംസ് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഫിഗർ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പം അത് കൂടുതൽ മനസ്സിലാവുകയാണ് ചെയ്യാറ്. ആൻഡ് അതിലൂടെ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതും ഉറപ്പാണ്. സോ ഗായ്സ്, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് എക്സാം എഴുതി നോക്കൂ. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. സോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.